ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ന്യൂസ് പിടിക്കാൻ വന്നോണം. ചന്ദ്രലേക്ക് എവിടെ പോന്നു? താൻ തന്റെ ജോലി ചെയ്. ആ, ഇനി നീ പറ, അർജുന്റെ എന്ത് കാര്യം നീ തീരുമാനിച്ചേ? എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ അവരുടെ വിവാഹവും നടത്തണം. അതും അത്യാഡംബരമായിട്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതില് എനിക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ എൻഗേജ്മെന്റ് നടത്താതെ വിവാഹം അങ്ങ് നടത്തിയ പോരായിരുന്നോ? എന്തിനാ ഈ ചെലവ്? ഹോ, ചെലവിന്റെ കാര്യം എന്തിനാ പറയുന്നേ? കാശാണോ ഇവിടെ പ്രശ്നം? നിശ്ചയം നടത്തുന്നത് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഐശ്വര്യയെ കാണാനും പരിചയപ്പെടാനും വേണ്ടിയല്ലേ? നിശ്ചയം എല്ലാ ബന്ധുക്കളെയും ക്ഷണിച്ച് നടത്തണം. കാരണം വിവാഹം ഞാൻ നടത്താൻ പോകുന്നത് ഭൂമിയിലല്ല. ഭൂമിയിലല്ലാതെ പിന്നെ ആകാശത്താണോ? അതെ, ആകാശത്താണ്. അർജുന്റെ അച്ഛനും അമ്മയായ ഞാനും ഐശ്വര്യയും ഐശ്വര്യയുടെ അച്ഛനും അമ്മയും മാത്രം ഒരു ഫ്ലൈറ്റിൽ. ഫ്ലൈറ്റിൽ വച്ച് താലികെട്ട്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ തന്നെ വിമാനം മതിയല്ലോ. അതാണ് എന്റെ ഇഷ്ടവും എന്റെ തീരുമാനവും. നിനക്ക് തലയ്ക്ക് ഒരു അസുഖമുണ്ടോ രമേ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? വിവാഹം എന്നൊക്കെ പറഞ്ഞ ഒരു വിശിഷ്ടമായ ചടങ്ങല്ലേ? അതതിന്റെ വിധിപ്രകാരം പോലല്ലേ ചെയ്യേണ്ടത്? എന്റെ മൂത്ത മകന്റെ വിവാഹം അങ്ങനെ ഒരു ചടങ്ങാക്കി ചുരുക്കി ഒരു താലികെട്ടിൽ ഒതുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാണുന്ന എല്ലാവരുടെയും കണ്ണു തള്ളണം. ആകാശത്തിനു മീതെ സ്വർഗം ഉണ്ടെങ്കിൽ ഞാനിത് അവിടെ വെച്ച് നടത്തിയേനെ. എന്റെ ഏറ്റവും വലിയ സ്വപ്നം അർജുന്റെ വിവാഹം. അതില് നോ കോംപ്രമൈസ്. അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ. അതെന്താ, നിനക്ക് ഒരു മോനേ ഉള്ളോ? രണ്ടാമത്തെ മകന്റെ കാര്യത്തിൽ നിനക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലേ? അവനെ കുറിച്ച് ഞാൻ സ്വപ്നങ്ങളൊന്നും കാണാറില്ല. ഇതുവരെ കണ്ടിട്ടുമില്ല, ഇനി കാണുകയില്ല. അവന്റെ ജീവിതം, അവന്റെ വിവാഹം, അതൊക്കെ ആ ഒരു സമയത്ത് നടന്നോളും. അതൊക്കെ ജയേട്ടന്റെ ഇഷ്ടത്തിന് ഒരു ചടങ്ങായിട്ട് തന്നെ നടത്തിയാ മതി. ചേറുപുരണ്ട് നടക്കുന്നവന്റെ വിവാഹം ആകാശത്തൊന്നും വേണ്ട, ഭൂമി തന്നെ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ.